നമസ്കാരം. ഇന്ന് ഞാൻ ലോക സ്പൈൻ ദിനാചരണത്തെപ്പറ്റി അഥവാ വേൾഡ് സ്പൈൻ ഡേ പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. വേൾഡ് ഹാർട്ട് ഡേ, ഡോക്ടേഴ്സ് ഡേ, പ്രമേഹ ദിനം, അങ്ങനെ ഒട്ടനവധി ദിനങ്ങളെപ്പറ്റി നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും. എന്നാൽ വേൾഡ് സ്പൈൻ ഡേ പറ്റി ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ പലരും കേൾക്കുന്നത്. ഇത് താരതമ്യേന ഒരു പുതിയ ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇങ്ങനൊരു വേൾഡ് സ്പൈൻ ഡേ എന്നൊരു ദിനാചരണം തുടങ്ങിയിട്ട്. ഈ വർഷത്തെ സ്പൈൻ ദിനാചരണം പ്രത്യേകം ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. അതായത് ലോകമൊട്ടുക്കുള്ള ജനങ്ങളെ കോവിഡ് എന്ന മഹാമാരി വളരെയധികം ദുരിതത്തിൽ ആഴ്ത്തിയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സകല മേഖലയിലുള്ള ജനങ്ങളുടെയും രാജ്യങ്ങളുടെയും ജീവിതത്തിൽ തന്നെ താറുമാറാക്കിയ ഒരു അസുഖമായിരുന്നു കോവിഡ്. അതും നട്ടെല്ലിന്റെ ആരോഗ്യവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ ഒരുപാട് ബന്ധമുണ്ട്. കാരണം ഈ വർഷത്തെ തീം, വേൾഡ് സ്പൈൻ ഡേയുടെ തീം ബാക്ക് ഓൺ ട്രാക്ക് എന്നാണ്. അതായത് പല രാജ്യങ്ങളിലും പല നാടുകളിലും ഒരുപാട് പേർക്ക് ലോക്ക്ഡൌണിൽ അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ട് വീടുകളിൽ തന്നെ കഴിയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് ജനങ്ങൾക്ക് അവരുടെ ശരിയായ വ്യായാമവും ആരോഗ്യവും നിലനിർത്താൻ ബുദ്ധിമുട്ടുണ്ടാവുകയും തന്മൂലം ഒരുപാട് ജനങ്ങൾക്ക് നട്ടെല്ലിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവരുടെ വഴക്കക്കുറവുണ്ടാവുകയും വേദന ഉണ്ടാവുകയും അങ്ങനെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരവസ്ഥയിൽ നടുവിന്റെ വ്യായാമങ്ങളും ചെയ്ത് എങ്ങനെ നമുക്ക് നട്ടെല്ലിന്റെ ആരോഗ്യം പഴയ രീതിയിൽ വീണ്ടെടുക്കാം എന്നതിനെ പറ്റിയാണ് ബാക്ക് ഓൺ ട്രാക്ക് എന്ന ഈ വർഷത്തെ വേൾഡ് സ്പൈൻ ഡേ തീം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ പ്രത്യേക സാഹചര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് ജനങ്ങൾ മത്സ്യബന്ധന മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല അല്ലെങ്കിൽ മറ്റ് കായികാധ്വാനം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അധ്വാനം ചെയ്യേണ്ട ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ഇതിൽ ഒരുപാട് പേർക്ക് അവർക്ക് കുറെ മാസങ്ങളായിട്ട് ജോലി ചെയ്യാൻ പറ്റാതെ ഉള്ള ജോലി നഷ്ടപ്പെടുന്നു. അങ്ങനെയെല്ലാം ഉള്ള അവസ്ഥയിൽ ഇവരുടെ ശരീരം വളരെ നല്ല രീതിയിൽ വഴങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാരെ ആ പ്രവൃത്തി ചെയ്യാത്തതിനാൽ ഒരു എണ്ണയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു മെഷീൻ കുറച്ചുനാൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നട്ടെല്ലിന്റെ ആരോഗ്യം പോകുന്നു. അത്തരക്കാർക്ക് പിന്നീട് ആ ജോലി ചെയ്യുമ്പോൾ നടുവേദന വരാം. വളരെ സങ്കീർണമായ ഒരു ശൃംഖല പോലെയുള്ള കശേരുക്കൾ ചേർന്നാണ് നട്ടെല്ല്. ഇതിൽ ഏറ്റവും കൂടുതൽ സന്ധികളുള്ളത് നട്ടെല്ലിനാണ്. ഇത് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് യഥേഷ്ടം കുനിയാനും നിവരാനും സൈഡിലേക്ക് വളയാനും ട്വിസ്റ്റ് ചെയ്യാനും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടാണ് നമുക്ക് നട്ടെല്ലിന്റെ ഘടന നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഒരുപാട് റെസ്റ്റ് എടുത്താൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു തുരുമ്പെടുത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നട്ടെല്ല് പോകും. അതിനെ തുടർന്ന് പല രീതിയിലുള്ള ബാക്ക് പെയിൻ, കഴുത്ത് വേദന, നടുവേദന ഇതെല്ലാം വരാം. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: എപ്പോഴാണ് ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് നിങ്ങൾക്ക് നടുവേദന ഉണ്ടായില്ല എന്ന് കൂടി ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ നടുവേദന റെസ്റ്റ് എടുത്താൽ മാറും. എന്നാൽ റെസ്റ്റ് എടുത്താൽ മാറാത്ത വേദന അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുമ്പോൾ കൂടുന്ന വേദന, മൂവ്മെന്റ് റിലേറ്റഡ് പെയിൻ, അതായത് ഇവിടെ നട്ടെല്ല് അനങ്ങുമ്പോൾ, അതായത് നമ്മൾ കുനിയുമ്പോൾ, നിവരുമ്പോൾ, കട്ടിലിലോട്ട് കിടക്കുമ്പോൾ, കാറിലോ ബൈക്കിലോട്ടോ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ ഉള്ള വേദനകൾ, നട്ടെല്ലിലുള്ള വേദന കൂടാതെ കാലിലോട്ട് ഇറങ്ങുന്ന വേദന, കാലുകൾക്കുണ്ടാകുന്ന മരവിപ്പ്, ബലഹീനത, ഇതെല്ലാം വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ്. പൊതുവെ 50 വയസ്സിന് മുകളിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കൂടാതെ വരുന്ന നടുവേദന നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ നടുവാരോഗ്യം വീണ്ടെടുത്ത് നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഘടനയെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അതിനൊരു പ്രശ്നം വന്നാൽ നമ്മുടെ ശരീരം മൊത്തം ലോക്കായി ഒരു ലോക്ക്ഡൌൺ ആകാൻ പോകുന്ന ഒരു പ്രതീതിയുണ്ട്. നടുവേദന വന്നവർക്കെല്ലാം അതിനെപ്പറ്റി അറിയാം. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒഴിവാകാനായി
നമുക്ക് സ്ഥിരമായ ലഘുവായ വ്യായാമങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ കൂടാതെ നമുക്ക് നടുവേദനയോ കഴുത്തുവേദനയോ വരാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. താങ്ക് യു.